ഏറ്റവും ദുഃഖത്തോടെ നെഞ്ചു തകർന്ന് നിങ്ങൾ റൊണാൾഡോയെ കണ്ടതെന്നാണ്. ഒരു സംശയവുമില്ല, അത് ഖത്തറിലാണ്. അതുവരെ ലോകം കണ്ടിരുന്നത് തലയുയർത്തിപ്പിടിച്ച് തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു രാജാവിനെയായിരുന്നു. മാഞ്ചസ്റ്ററും മാഡ്രിഡും ടൂറിനും മടക്കി ഭരിച്ചവൻ. പക്ഷേ അന്ന് ആ ടണലിലൂടെ മുഖം മറച്ചയാൾ നടന്നുപോയപ്പോൾ അതൊരു യുഗാന്ത്യം തന്നെയെന്ന് എല്ലാവരും കരുതി. കോച്ച് ഫെർണാണ്ടോ സാന്റോസ് തന്നെ ബെഞ്ചിലിരുത്തിയതിൻ്റെ ആഘാതം, ടീമിനുള്ളിലെ ഒറ്റപ്പെടൽ, ക്ലബ്ബ് തലത്തിലുണ്ടായ കടുത്ത അവഗണനകൾ, അങ്ങനെ എല്ലാം കൊണ്ടും അയാൾ അപമാനിതനായ ദിനങ്ങൾ. ഇതേ സമയം എന്നും അയാളുടെ അദൃശ്യനായ എതിരാളിയായി പ്രതിഷ്ഠിക്കപ്പെട്ട ലയണൽ മെസ്സിയോ അറേബ്യൻ മണ്ണിൽ പട്ടാഭിഷേകത്തിലുള്ള ഒരുക്കത്തിലായിരുന്നു. ഫുട്ബോളിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഈ മനുഷ്യൻ പൂർണ്ണമായും ഇറക്കിവിടപ്പെട്ടു എന്ന് വിശ്വസിച്ചവരാണ് നമ്മളിൽ പലരും. പ്രായം അയാളെ തളർത്തിയെന്നും സൗദിയിലെ മണലാരണ്യത്തിലേക്ക് മാറിയതോടെ ആ കരിയർ അവസാനിച്ചെന്നും എല്ലാവരും കരുതി. ഒരു ജനതയെ വിശ്വസിക്കാൻ പഠിപ്പിച്ച നായകനെ സ്വന്തം രാജ്യം പോലും സംശയത്തോടെ നോക്കിയ ദിനങ്ങൾ. പക്ഷേ കാലവും ചരിത്രവും സാക്ഷി. വീണെടുത്തു നിന്ന് വേട്ടക്കാരനെ പോലെ കുതിച്ചേരുന്നവൻ്റെ പേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2026 തൻ്റെ 41 വയസ്സിൽ അയാൾ വരികയാണ് അമേരിക്കയുടെ മണ്ണിലേക്ക്. തീർന്നു എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ 2025 നേഷൻസ് ലീഗ് സെമിയിലും ഫൈനലിലും ഗോളുകൾ അടിച്ചു തകർത്ത് പോർച്ചുഗലിനെ കിരീടത്തിലേക്ക് നയിച്ചു. ഈ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ കളിച്ച 5 കളികളിൽ നിന്ന് 5 ഗോളുകൾ അടിച്ചു കൂട്ടി. ദ ഗ്രേറ്റ് CR7 സിംഹാസനത്തിൽ ഇനി പതിയാത്തതായി ഒന്നേയുള്ളൂ: ഫുട്ബോളിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് പ്രൈസായ ലോക കിരീടം. ഇക്കുറി ആ സ്വപ്നത്തിലേക്ക് ബൂട്ടുകെട്ടുമ്പോൾ ഈ ഉലകമാകെ അയാളുടെ കൂടെയുണ്ട്. അയാൾ തൻ്റെ പീക്ക് ടൈമുകളിൽ യൂറോപ്യൻ ഗ്രൗണ്ടുകൾ ഭരിക്കുന്നത് TV-യിൽ പോലും കണ്ടിട്ടില്ലാത്ത കുട്ടികൾ വരെ അയാൾക്കൊപ്പമാണ്. നമ്മുടെ വയലുകളിലും കവലകളിലും തലപ്പൊക്കത്തിൽ തന്നെ അയാളുടെ കട്ടൗട്ടുകളുണ്ട്. അർജന്റീനയും ബ്രസീലുമായി ചുറ്റിത്തിരിഞ്ഞിരുന്ന കേരളത്തിൻ്റെ ഫുട്ബോൾ ബാൻഡിനെ അയാൾ നെടുകെ പിളർത്തി 3 ആക്കിയിട്ടുണ്ട്. ഒരു ഗോൾ അടിച്ചാൽ വായുവിലൊന്ന് വട്ടം ചാടി കൈകൾ പിന്നിലേക്ക് വീശി നെഞ്ചുവിരിച്ച് സൂ എന്ന് വിളിക്കാത്ത ഏത് കളിമുറ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്? 2022 ഖത്തറും 2026 അമേരിക്കയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? അന്ന് ഖത്തറിലെ പോർച്ചുഗൽ ക്യാമ്പ് ഈഗോ കൊണ്ടും തർക്കങ്ങൾ കൊണ്ടും പുകയുകയായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള റൊണാൾഡോയുടെ പ്രശ്നങ്ങൾ പത്രസമ്മേളനങ്ങളിൽ കനൽ കോരിയിട്ടു. ടീമിൽ അയാൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നിച്ച നിമിഷങ്ങൾ. എന്നാൽ ഇന്ന് 2026 ചിത്രത്തിലേക്ക് നോക്കൂ, ആ ഈഗോയുടെ പുകപടലങ്ങൾ കാണാനില്ല. പോർച്ചുഗലിൻ്റെ മെറൂൺ കുപ്പായത്തിൽ ഐക്യമുണ്ട്, പരസ്പര ബഹുമാനമുണ്ട്. ഈ മാറ്റത്തിൻ്റെ പിന്നിലെ മാസ്റ്റർ മൈൻഡ് മറ്റാരുമല്ല, പോർച്ചുഗലിൻ്റെ സ്പാനിഷ് തന്ത്രജ്ഞൻ റോബർട്ടോ മാർട്ടിനസ് ആണ്. ഫെർണാണ്ടോ സാന്റോസ് വരുത്തിയ തെറ്റുകൾ മാർട്ടിനസ് തിരുത്തി. മാർട്ടിനസ് പറയുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഇതിഹാസമാണ്. 21 വർഷത്തെ സേവനം, 227 മത്സരങ്ങൾ. അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും ഒരു 18കാരൻ്റേതുപോലെ ഫ്രഷാണ്. ഈ യുദ്ധത്തിൽ അയാളോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്നാണ് ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡോ സിൽവയും ഒരേ സ്വരത്തിൽ പറയുന്നത്. തങ്ങളുടെ ക്യാപ്റ്റൻ റൊണാൾഡോയ്ക്ക് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടുമെന്നാണ് ജാവോ നെവസ് പറയുന്നത്. ടാവേരയിൽ 2004 നെവസ് ജനിക്കുന്നതിന് 1 വർഷം മുമ്പേ പറങ്കി കുപ്പായമിട്ടവനാണ് റൊണാൾഡോ. ഈ വലിയ ആവേശങ്ങൾക്കിടയിലും പോർച്ചുഗൽ ടീമിൻ്റെ നെഞ്ചിൽ ചോരയിറ്റുന്ന വലിയൊരു മുറിവുണ്ട്: ഡിയാഗോ ജോട്ട. കോച്ച് മാർട്ടിനസ് വിതുമ്പലോടെ പറഞ്ഞ വാക്കുകൾ എങ്ങനെ മറക്കും? ഞങ്ങളുടെ ലോകകപ്പ് ലിസ്റ്റിൽ 27 പേരുകളുണ്ട്, ഒപ്പം ഒരു +1, അത് ഡിയാഗോ ജോട്ടയാണ്. അവരെന്നും ഞങ്ങളുടെ +1 ഒപ്പമുണ്ടാകും. പോർച്ചുഗീസ് പ്രധാനമന്ത്രി നൽകിയ ജോട്ടയുടെ റിസ്റ്റ് ബാൻഡ് നെഞ്ചോട് ചേർത്താണ് അവർ ഇത്തവണ ബൂട്ട് കെട്ടുന്നത്. ആ ബാൻഡിൽ ഈ ടീമിലെ ജീവനുള്ള പടയാളികളുടെ പേരുകൾക്കൊപ്പം ജോട്ടയുടെ പേരും കുത്തിവെച്ചിട്ടുണ്ട്. ഇക്കുറി പോർച്ചുഗൽ കളിക്കുന്നത് തങ്ങളെ എവിടെയോ ഇരുന്ന് നോക്കിച്ചിരിക്കുന്ന ജോട്ടയുടെ കൂടി സ്വപ്നത്തിനു വേണ്ടിയാണ്. ഇന്ന് പോർച്ചുഗൽ ക്രിസ്ത്യാനോക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഗ്രഹമല്ല, 11 പൊസിഷനുകളിലും ലോകോത്തര താരങ്ങൾ മാത്രം ബൂട്ടുകെട്ടുന്ന ഒരു ഗാലക്സിയാണ്. ഗോൾ വലക്ക് മുന്നിൽ FC പോർട്ടോയുടെ വിശ്വസ്തൻ, പെനൽറ്റി ഷൂട്ടൗട്ടുകളിലെ മാന്ത്രികൻ ഡിയാഗോ കോസ്റ്റ. അതിനു മുന്നിൽ കാവലിരിക്കുന്ന റൂബൻ ഡയസ്, വിങ്ങുകളിൽ നിന്ന് കൊടുങ്കാറ്റാക്കാൻ ബൈസയുടെ ജാവോ കാൻസലോ, ഇടതുവിങ്ങിൽ ന്യൂനോ മെൻഡസ്. പ്രതിരോധം ഗംഭീരമെങ്കിൽ മധ്യനിര അതിലും ഭീകരമാണ്. ഒരുപക്ഷേ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡ്. എതിരാളികളുടെ ഉറക്കം കെടുത്താൻ പോന്ന 4 പേരുകൾ. ഒന്ന്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പുതിയ റെക്കോർഡിട്ട് വരുന്ന ബ്രൂണോ ഫെർണാണ്ടസ്. കൂടെ മൈതാനത്തെ സ്പേസും ടൈമും കൃത്യമായി അളക്കുന്ന ജീനിയസ് ബെർണാഡോ സിൽവ. കൂടാതെ വർത്തമാന ഫുട്ബോളിലെ മോസ്റ്റ് വാണ്ടഡ് വൺ PSG-യുടെ കോർഡിനേറ്റർ വിട്ടീഞ്ഞ. ഇവർക്കൊപ്പം ജാവോ നെവസും. ഇവർ പങ്കിടുന്ന പന്തുകളാൽ വല തുളക്കാൻ AC മിലാൻ്റെ ഇടിമിന്നലായ റാഫേൽ ലിയാവോയും യുവൻ്റസിൻ്റെ യുവരക്തം ഫ്രാൻസിസ്കോ ഗോൺസേസാവോയും. അപ്പോൾ ഈ പടുകൂറ്റൻ സ്ക്വാഡിൽ നമ്മുടെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റോൾ എന്താണ്? അയാൾ ആദ്യ ലെവലിൽ ഇറങ്ങുമോ അതോ വെറും ഒരു പകരക്കാരനാകുമോ? കോച്ച് റോബർട്ടോ മാർട്ടിനസിൻ്റെ ഇതുവരെയുള്ള തന്ത്രങ്ങളിൽ റൊണാൾഡോ പകരക്കാരനല്ല, അയാൾ തന്നെയാണ് ഈ ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് നമ്പർ 9. പ്രായം 41 ബോക്സിനുള്ളിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ നിൽക്കുമ്പോൾ ശത്രുക്കളുടെ 2 സെൻറ്റർ ബാക്കുകൾ ഭയത്തോടെ അയാളിലേക്ക് ലോക്ക് ചെയ്യപ്പെടും. ആ ഭീമാകാരമായ സാന്നിധ്യം തുറന്നു നൽകുന്ന സ്പേസിലൂടെയാകും ബ്രൂണോയും ഡിയാവോയുമെല്ലാം ഇരച്ചു കയറുക. പക്ഷേ ഈ സുവർണ സംഘത്തിൽ കോച്ച് മാർട്ടിനസിനെ ഉറക്കം കെടുത്തുന്ന ചില ബലഹീനതകളുണ്ട്.
റൂബൻ ഡയസ് നയിക്കുന്ന പ്രതിരോധ നിരക്ക് അതിവേഗ കൗണ്ടർ അറ്റാക്കുകളെ തടയാൻ വേഗത പോരാതെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കാൻസലോയും മെൻഡസും അറ്റാക്കിങ്ങിലേക്ക് കയറിപ്പോകുമ്പോൾ വിങ്ങുകളിൽ വലിയ വിടവുകൾ ഉണ്ടാകുന്നു. മുന്നേറ്റത്തിൽ റാഫേൽ ലിയാവോയുടെ ഫോമിലെ സ്ഥിരതയില്ലായ്മ വലിയൊരു തലവേദനയാണ്. 41 വയസ്സുകാരനായ റൊണാൾഡോ ആദ്യ ലെവലിൽ കളിക്കുമ്പോൾ ടീമിൻ്റെ ഓഫ് ദി ബോൾ പ്രസ്സിങ്ങിനെയും ബാധിക്കും. റൊണാൾഡോയെ ഏറ്റവും തന്ത്രപരമായി കളിപ്പിക്കുക എന്നതാകും മാർട്ടിനസിനുള്ള വെല്ലുവിളി. ലൈനപ്പ് നോക്കിയാൽ ഇത് പറങ്കിപ്പടയുടെ സുവർണ തലമുറയാണ്. 1966-ൽ യൂസേബിയയുടെ മാഗ്രിക്കോസിനും ലൂയിസ് ഫിയയുടെ പടക്കും മുകളിൽ നിൽക്കാൻ പോകുന്നൊരു സംഘം. ഒരൊറ്റ മനസ്സോടെ ഇവർ പൊരുതിയാൽ പോരാത്ത കിരീടമോ പതറാത്ത എതിരാളികളോ ഇല്ല തന്നെ. വേട്ടക്കാരൻ തൻ്റെ അവസാന വേട്ടക്കായി ബൂട്ട് കെട്ടി കഴിഞ്ഞിരിക്കുന്നു.